ചിന്തിക്കണേ അമ്മായിമ്മമാരെ, നിങ്ങളെ സക്കറാത്തിനോട് മല്ലടിക്കുന്ന സമയത്ത് എപ്പോഴാണ് മരണമെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ ഏത് സമയത്ത് കിടത്തത്തിലാകുമെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ കിടത്തത്തിലായാൽ ആ കിടത്തത്തിൽ തന്നെ നിങ്ങളെ നജസുകൾ പുറത്തു വന്നാൽ നിങ്ങളെ വൃത്തിയാക്കാൻ നിങ്ങളെ പെൺമക്കൾ വരൂല. അവൾ ഖിദ്മത്തെടുക്കുന്നത് അവളുടെ അമ്മായിമ്മനെയാണ്, അവളെ ഭർത്താവിന്റെ ഉമ്മാനെയാണ്. അവളുള്ളത് അവളെ ഭർത്താവിന്റെ വീട്ടിലാണ്. അതേ സമയത്ത് നിങ്ങൾ കിടത്തത്തിലുള്ള സമയത്ത് നജസിനെ തൊട്ട് നിങ്ങളെ വൃത്തിയാക്കണമെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥ അല്ലാഹ് വരുത്താതിരിക്കട്ടെ, ഞാൻ ദുആ ചെയ്യുകയല്ല. അതേ സമയത്ത് അങ്ങനെ വന്നാൽ നജസിനെ തൊട്ട് നിങ്ങളെ വൃത്തിയാക്കേണ്ടുന്നത് നിങ്ങളെ അതേ സ്വന്തം മരുമക്കളില്ലേ. കാര്യമായ പരാതിയാണ്, ഉസ്താദേ എന്റെ മരുമകൾ ശരിയില്ല, അവൾ എന്റെ റൂമിൽ വരില്ല, ഞാൻ അവളെ റൂമിൽ പോകില്ല. എങ്ങനെ ശരിയാകും? നിങ്ങൾ അങ്ങോട്ട് ശരിയുണ്ടെങ്കിലല്ലേ അവരിങ്ങോട്ട് ശരിയുള്ളൂ. നിങ്ങളെ തോന്നൽ എന്താണ്? അമ്മായിമ്മമാര് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കണമെന്നത് നിസ്കാരം മാനദണ്ഡമല്ല, നിങ്ങളെ കയ്യിലുള്ള ദിക്റിന്റെ ഏടുകൾ മാനദണ്ഡമല്ല, സ്വലാത്തിന്റെ ഏട് മാനദണ്ഡമല്ല. സർവ അമ്മായിമ്മമാരും കേൾക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾ എത്ര വലിയ ഇബാദത്തുള്ളവരായാലും, എത്ര കൂടുതൽ നിസ്കരിക്കുന്നവരായാലും, ദിവസവും ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്നവരായാലും, നിങ്ങൾ ആൺമക്കളെ ഭാര്യമാരായ മരുമക്കളില്ലയോ, അവർക്ക് നിങ്ങൾ മനസ്സിന് സമാധാനം കൊടുക്കാത്ത അമ്മായിമ്മമാരാണോ? ഈമാൻ കിട്ടി മരിക്കുമെന്ന് കരുതണ്ട. എത്ര പെൺകുട്ടികളാണ് ഭർത്താവിന്റെ വീട്ടില് സുബ്ഹാനല്ലാഹ് അമ്മായിമ്മമാരെ ശല്യം സഹിക്കാൻ കഴിയാതെ കരയുന്ന എത്രയാണ് സഹോദരിമാരുള്ളത്. ചിന്തിക്കണേ അമ്മായിമ്മമാരെ, നിങ്ങളെ സക്കറാത്തിനോട് മല്ലടിക്കുന്ന സമയത്ത് എപ്പോഴാണ് മരണമെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ ഏത് സമയത്ത് കിടത്തത്തിലാകുമെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ കിടത്തത്തിലായാൽ ആ കിടത്തത്തിൽ തന്നെ നിങ്ങളെ നജസുകൾ പുറത്തു വന്നാൽ നിങ്ങളെ വൃത്തിയാക്കാൻ നിങ്ങളെ പെൺമക്കൾ വരൂല. അവൾ ഖിദ്മത്തെടുക്കുന്നത് അവളുടെ അമ്മായിമ്മനെയാണ്, അവളെ ഭർത്താവിന്റെ ഉമ്മാനെയാണ്. അവളുള്ളത് അവളെ ഭർത്താവിന്റെ വീട്ടിലാണ്. അതേ സമയത്ത് നിങ്ങൾ കിടത്തത്തിലുള്ള സമയത്ത് നജസിനെ തൊട്ട് നിങ്ങളെ വൃത്തിയാക്കണമെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥ അല്ലാഹ് വരുത്താതിരിക്കട്ടെ, ഞാൻ ദുആ ചെയ്യുകയല്ല. അതേ സമയത്ത് അങ്ങനെ വന്നാൽ നജസിനെ തൊട്ട് നിങ്ങളെ വൃത്തിയാക്കേണ്ടുന്നത് നിങ്ങളെ അതേ സ്വന്തം മരുമക്കളില്ലേ. ആ മരുമക്കൾക്ക് അങ്ങനെ ഒരു തോന്നല് കിട്ടണമെങ്കിൽ ജീവിതകാലത്ത് അവരെ മനസ്സിന് നിങ്ങൾ സമാധാനം കൊടുക്കണ്ടേ. ഏത് സമയത്തും അവരെ മനസ്സ് വേദനിപ്പിച്ചവരാണെങ്കിൽ അവർക്ക് കിട്ടുവോ നിങ്ങളെ നജസിനെ തൊട്ടൊന്ന് വൃത്തിയാക്കാനുള്ളൊരു മനസ്സ്? സക്കറാത്തിന്റെ സമയത്ത്, മരണത്തോട് നിങ്ങൾ മല്ലടിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഒരു കോപ്പയിൽ വെള്ളം കൊണ്ടുവന്ന് ദാഹിക്കുന്ന നിങ്ങൾക്ക് വെള്ളം തരുന്നത് നിങ്ങളെ പെൺമക്കളല്ല. നിങ്ങളെ പെൺമക്കളുള്ളത് അവളെ ഭർത്താവിന്റെ വീട്ടിലാണ്. വേണമെങ്കിൽ അവളെ അമ്മായിമ്മക്ക് അവൾ കൊടുക്കൂ. നിങ്ങൾക്ക് തരേണ്ടുന്നത് നിങ്ങളെ ആൺമക്കളെ ഭാര്യമാരാണ്. അവർക്കുമൊന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിന് സമാധാനം കൊടുക്കണ്ടേ. ഇതങ്ങനൊന്നുമില്ല. ഇത് മോനും മോന്റെ മകനും മകന്റെ ഭാര്യയും ഒന്നിച്ചിരുന്നു റൂമിൽ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചാൽ ഈമ പോവും. ഈമോ എന്ന് പറഞ്ഞ ആര്? ഭർത്താവിന്റെ ഉമ്മ മെല്ലെ പോയിട്ട് ഓൺ എന്താ ഓളുടെ മോന്റെ കിതാബത്തി ആക്കിയുള്ള എന്താണ് ഇങ്ങനെ ആയാലും ഉമ്മമാരെ അങ്ങനെ ആകരുത്.